നാളെയാട്ടോ ഗുരുവായൂർ ഏകാദശി. അപ്പം ഇന്ന് തൊട്ട് വ്രതമൊക്കെ എടുക്കാനുള്ളവർ എടുത്തു തുടങ്ങി. നാളത്തെ കഴിഞ്ഞ് പാരണ വീടണം. അത് തന്നെയല്ല, നാളെ മൈത്രേയ മുഹൂർത്തവും കൂടെയാണ് 2 മണി തൊട്ട് 3:30 വരെ. അപ്പം കയ്യിൽ കിട്ടുന്ന തുച്ഛമായ ഒരു തുക എടുത്തു വെച്ച് അന്നദാനത്തിനോ എന്തിനെങ്കിലും സൂക്ഷിച്ച് നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഗുരുവും വായുവും കൂടി ഗുരുവായൂരമ്പലം സ്ഥാപിച്ച ദിവസമാണ്, ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് എന്ന് പറയുന്നു നാളത്തെ ഏകാദശി. ഒത്തിരി ചരിത്രങ്ങളുണ്ട് കേട്ടോ. എങ്കിലും ഗുരുവായൂരപ്പൻ്റെ ഈ ഏകാദശി എല്ലാവരും എടുക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ള ഏകാദശികളൊന്നും എടുത്തില്ലെങ്കിലും ഈ ഏകാദശിക്ക് ഒത്തിരി പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം പറ്റുന്നവരൊക്കെ എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഏകാദശി എടുക്കുന്നതും പാരണ വീടുന്നതും ഒക്കെ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പം അരി ആഹാരം ഒന്നും കഴിക്കാതെ ഒരു നേരമൊക്കെ ഇന്ന് കഴിച്ച്